ആർക്കെങ്കിലും ഇതെന്താ സാധനം എന്നറിയാമോ? അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് ഞാനൊരു സാധനം ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ സാധനം കേടായപ്പോൾ നന്നാവാഞ്ഞപ്പോൾ ഞാൻ അതും വെച്ച് കാണിട്ട് ചെയ്തെടുത്തതാണ്. മാവിൽ മുക്കി പൊരിച്ചതാണ്. ഇങ്ങനെ ആക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ നാശാക്കുന്നവർ ബാക്കിയുള്ളവരോ ഉണ്ടാക്കിയത് ചില സമയത്ത് ചില വീഡിയോസ് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കത് പറ്റാതെ വരുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഇത് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, ഒരു പ്രത്യേക ഒരു രുചിയുള്ളൊരു സാധനമാണ്. അപ്പം നിങ്ങളാരും ചിന്തിച്ച് കാണില്ല ഇതാണെന്ന്. ഞാൻ ഓരോന്ന് ടെസ്റ്റിങ് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റാണ് കിട്ടിയത്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, എന്നാൽ ഞാൻ പറഞ്ഞേട്ടെ. ഞാൻ ദോശമാവ് വെച്ച് കണ്ടിട്ട് കൽത്തപ്പം ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ദോശമാവിൽ കൽത്തപ്പം ഉണ്ടാക്കിയപ്പോൾ ദോശമാവ് എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ടല്ലേ, മറ്റേ ഉഴുന്നൊന്നും ഇടാത്തൊരു ദോശമാവില്ലേ നമ്മുടെ നാട്ടിലൊക്കെ. ആ ദോശമാവ് പിന്നെ എന്താണ് എന്തോ ഒരു പേരുണ്ട്, പല നാട്ടിലും പല പേരല്ലേ. നമ്മുടെ നാട്ടിൽ ദോശ എന്ന് പറയാം. അപ്പോൾ ആ ദോശമാവ് വെച്ച് കണ്ടിട്ട് കൽത്തപ്പം ചുട്ടപ്പം അത് റെഡി ആയി വന്നില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടിട്ട് ഒരു ലേശം മൈദപ്പൊടി കലക്കി കണ്ടിട്ട് ഒരു മുട്ടയും ചേർത്ത് മൈദയിൽ മുക്കി പൊരിച്ചു. അപ്പം നല്ല രുചിയുണ്ട്, അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയാലും എന്തെങ്കിലും ബാക്കി വരുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ.